ഗസയിൽ തെല്ലാശ്വാസത്തിനുള്ള വക കാണുന്നു. വെടിനിർത്തൽ കരാർ ഒന്നാം ഘട്ടം അവസാനിക്കാൻ ഒരാഴ്ച ബാക്കി. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ വലിയ സംഘർഷഭരിതമായിരുന്ന അവസ്ഥ. കാരണം ബന്ദി മോചനത്തിൽ വരുന്ന താളപ്പിഴകൾ, മോചിപ്പിക്കപ്പെട്ട ബന്ദികളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച്, ശവശരീരങ്ങളുടെ ഐഡന്റിറ്റിയെക്കുറിച്ച് എല്ലാം തന്നെ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇസ്രായേൽ മോചിപ്പിക്കേണ്ടിയിരുന്ന 600-ൽ പരം ബന്ദികളെ മോചിപ്പിക്കാനായി ബസ്സിൽ കൊണ്ടുവന്ന ബന്ദികളല്ല, പലസ്തീനിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ആളുകൾ, തടവുകാർ, ഇസ്രായേലിന്റെ തടവിലുള്ള പലസ്തീനിയൻ വംശജർ, അവരെ മോചിപ്പിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അക്കാര്യത്തിലൊരു ധാരണയായി. 6 ബന്ദികളെ, ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിച്ചതിന് പകരമായി 600, 1:100 എന്ന ഘട്ടത്തിലാണല്ലോ, ഏതാണ്ടാത്ത അതേ അനുപാതത്തിലാണ് ഇപ്പോൾ ബന്ദിമോചനം നടക്കുന്നത്. ഒരു ഇസ്രായേലി ബന്ദിയെ മോചിപ്പിക്കുമ്പോൾ 100 പലസ്തീനിയൻ തടവുകാരെ മോചിപ്പിക്കുന്ന ഇസ്രായേൽ. അതാണ് ഏകദേശ ഒരു കണക്ക്. അത് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച വലിയ തോതിലുള്ള ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ആ ആശയക്കുഴപ്പം നീങ്ങി ഇപ്പോൾ മടക്കി വിളിച്ച ബസ്, ബന്ദികളെയും കൊണ്ട് അല്ലെങ്കിൽ തടവുകാരെയും കൊണ്ട് പലസ്തീനിലേക്ക് അല്ലെങ്കിൽ ഗസയിലേക്ക് പോയ ഇസ്രായേലിന്റെ ബസ് മടക്കി വിളിച്ച ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീരുമാനം പുനഃപരിശോധിച്ചിരിക്കുന്നു. ബന്ദികൾ ഉടനടി മോചിതരാവുകയാണ്. അതുകൊണ്ട് ബന്ദിമോചനം തുടരും. അത് മാത്രമല്ല, ശവശരീരങ്ങൾ, ഡെഡ് ബോഡീസ് വിൽ ബി ഓണറബിളി ട്രാൻസ്മിറ്റഡ് അല്ലെങ്കിൽ ഓണറബിളി എക്സ്ചേഞ്ച്ഡ്. അത് ശവശരീരങ്ങൾ, നമുക്കറിയാം, യുദ്ധത്തിൽ മരിക്കുന്ന അല്ലെങ്കിൽ തടവിൽ മരിക്കുന്ന ഈ ആളുകളുടെ, ബന്ദികൾ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ തടവിലായി ആക്കപ്പെട്ട ആളുകൾ മരിക്കുമ്പോൾ ആ ശവശരീരങ്ങളോട് കാട്ടേണ്ട ബഹുമാനമുണ്ട്. അപ്പോൾ അത് വലിയ ആഘോഷമായി അത് കൈമാറുന്നതൊക്കെ വലിയ തോതിൽ അവരുടെ കുടുംബാംഗങ്ങൾക്കും അത് മാത്രമല്ല മറുപക്ഷത്ത് നിൽക്കുന്ന രാജ്യത്തിനുമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അത് ആര് ചെയ്താലും, ഇസ്രായേൽ ചെയ്താലും ഹമാസ് ചെയ്താലും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ ഒരു ചെറിയ ധാരണ വന്നിരിക്കുന്നു. കാരണം ബന്ദികളെ കൈമാറിയില്ല എന്നതല്ല, കൈമാറിയ രീതിയെക്കുറിച്ചായിരുന്നു ചില ആക്ഷേപങ്ങൾ. അതിൽ ഒരു ചെറിയ പരിഹാരം വന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും വൈകിയെത്തുന്ന റിപ്പോർട്ടുകൾ. അത് ശുഭോദർക്കമായ കാര്യം. അതേസമയം വടക്ക് ലെബനനിൽ അവിടെ ചെറിയ തോതിൽ സംഘർഷം ഇപ്പോഴും തുടരുന്നു. അവിടെ പൂർണ്ണ സമാധാനം, വെടിനിർത്തൽ തുടരുകയാണ്, 6 മാസത്തെ വെടിനിർത്തൽ തുടരുകയാണ്. എന്നിരുന്നാലും അവിടെ സൈനിക നീക്കങ്ങൾ, ചെറിയ തോതിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തും സൈനിക നീക്കങ്ങളുണ്ട്. അതിനെതിരെ ഇസ്രായേൽ സ്വരം കടുപ്പിക്കുന്ന കാഴ്ച കാണുന്നു. അതുമാത്രമല്ല, ഹസൻ നസറുള്ളയുടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട ആ ഒരു വലിയ ചടങ്ങ്, 10,000 തടിച്ചുകൂടിയ ബെയ്റൂട്ടിലെ ആ ശവസംസ്കാര വേളയിൽ, വളരെ മാസങ്ങൾക്ക് ശേഷമാണ് ഈ ശവസംസ്കാരം നടക്കുന്നത്. ഹസൻ നസറുള്ളയും അദ്ദേഹത്തിന് ശേഷം ചുമതല ഏറ്റെടുത്ത ആളും രണ്ടുപേരും കൊല്ലപ്പെട്ട സ്ഥിതിക്ക് ആ ശവസംസ്കാര വേളയിൽ വലിയ ശബ്ദത്തോടുകൂടി ഒരു ഫ്ലെക്സിംഗ് ഓഫ് മസിൽസ് എന്ന രൂപത്തിൽ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ആ വേദിക്ക് മുകളിലൂടെ പറത്തിയത് വലിയ അലോസരമാണ് സൃഷ്ടിച്ചത്. അവിടെ കണ്ടു നിന്നവർക്കും കൂടി വന്നവർക്കും ദുഃഖാർത്ഥരായ ആളുകൾക്കും എല്ലാം തന്നെ വലിയ തോതിലുള്ള അലോസരം സൃഷ്ടിച്ചു. ഇതൊക്കെ പ്രകോപനങ്ങളാണ്. അപ്പോൾ പല പ്രകോപനങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അത് മാത്രമല്ല, പ്രകോപനങ്ങൾക്ക് കാരണമായ വലിയ രീതിയിലുള്ള ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ അറബ് ലോകത്തിന്റെ പല ഇടത്തു നിന്നും, പ്രത്യേകിച്ച് ബെയ്റൂട്ടിൽ നിന്നും ഗാസയിൽ പല ഇടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. അത് അത്ര നല്ല സൂചനയല്ല. എങ്കിൽ പോലും പൊതുവെ ഗാസയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശുഭോദർക്കമായ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി 2 വിഷയങ്ങൾ പുതുതായി കടന്നു വരുന്നു. നിലവിലുള്ള വിഷയങ്ങളുടെ ഒരു സങ്കീർണതയിലേക്കാണ് പോകുന്നത്. ഒന്ന്, ഈ ജനിൻ അഭയാർത്ഥി ക്യാമ്പ് ഉൾപ്പെടെയുള്ളത് വെസ്റ്റ് ബാങ്കിലാണ്. വെസ്റ്റ് ബാങ്ക് എന്നതാണ് പലസ്തീൻ്റെ പ്രധാനപ്പെട്ട ലാൻഡ് ഭാഗം. ഗസ കുറച്ച് ചെറിയൊരു സ്ട്രിപ്പാണ്. അതിനേക്കാൾ സ്വല്പം വലിപ്പമുള്ള, കുറച്ചുകൂടി ജനസംഖ്യയുള്ള ഒരു സ്ട്രിപ്പാണ് വെസ്റ്റ് ബാങ്ക്. അവിടെ ഗാസയിലേതുപോലല്ല. ഗാസയിൽ പൂർണ്ണ രീതിയിൽ പലസ്തീനിയൻ അഡ്മിനിസ്ട്രേഷൻ ഹമാസിന്റെ രൂപത്തിൽ വരുന്നുവെങ്കിൽ, വെസ്റ്റ് ബാങ്കിൽ പലസ്തീനിയൻ അതോറിറ്റി മുഹമ്മദ് അബ്ബാസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിന് വഴങ്ങുന്ന, കുറച്ചുകൂടി ഇസ്രായേലിനെ അംഗീകരിക്കുന്ന, ഇസ്രായേലിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു പലസ്തീനിയൻ പാവ ഭരണകൂടമാണ് അവിടെ ഉള്ളത്. അവിടെ നിരന്തരം അധിനിവേശം നടത്തുന്ന ഇസ്രായേലിന്റെ പോളിസി, ആ അധിനിവേശ ഭൂമിയിൽ കണ്ണായ സ്ഥലങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ കൈവശപ്പെടുത്തി എന്നതാണ് പലസ്തീനിയൻസിന്റെ ഒരു ആക്ഷേപം. അതിൽ സ്വല്പം സത്യമുണ്ട് താനും. അതുമാത്രമല്ല, ഇസ്രായേലിനെതിരെ അവിടെ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും വർദ്ധിച്ച തോതിൽ ആക്രമണം നടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ബസ് സ്ഫോടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വെസ്റ്റ് ബാങ്കിന്റെ കരങ്ങളാണ്. അതുകൊണ്ട് വെസ്റ്റ് ബാങ്കിലേക്ക് കൂടുതൽ സൈനിക നീക്കവും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും വെസ്റ്റ് ബാങ്കിൽ ഒരുക്കുന്ന ഇസ്രായേലിനെ കാണുന്നു.
അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് അയൽ രാജ്യമായ സിറിയയിൽ ഹയത്ത് തഹരീർ അൽ ഷമാം HTS. അപ്പം HTSന്റെ ഒരു വലിയ തോതിലുള്ള ഒരു വർദ്ധിത സൈനിക ശക്തി ഇപ്പോൾ സിറിയയിൽ സംഭവിക്കുന്നു. അത് അംഗീകരിക്കില്ല. അവരെ ഒരു ഭരണകൂടമായിട്ട് ഭാഗികമായി അംഗീകരിക്കുന്നു എങ്കിലും അവരെ ഒരു സൈനിക ശക്തിയായി, ഫോർമൽ സൈന്യമായി അംഗീകരിക്കാൻ ഒരുക്കമല്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല, ഇസ്രായേൽ 1967 യുദ്ധത്തിൽ കൈയടക്കിയ ഗോലാൻ കുന്നുകൾ അതിൻ്റെ 1/3 അന്ന് കൈയടക്കിയത്. ഈ സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ അത് മുതലെടുത്തുകൊണ്ട് ഇസ്രായേൽ കൈയടക്കിയ ആ പ്രദേശം മുഴുവൻ, ഗോലാൻ കുന്നുകൾ മുഴുവൻ, ഇസ്രായേലിന്റെ വടക്ക് കിഴക്ക് സിറിയയിലുള്ള പ്രദേശമാണ് ഗോലാൻ കുന്നുകൾ. വളരെ തന്ത്രപ്രധാനമായ മേഖലയാണ്. അവിടുന്ന് മറ്റ് പല ഇടങ്ങളിലേക്കുമുള്ള വഴിത്തിരിവാണത്. അതുകൊണ്ട് ഒരു കവാടമെന്ന് വേണമെങ്കിൽ പറയാം. മധ്യേഷ്യയിലേക്കും വെസ്റ്റ് ഏഷ്യയിലെ മറ്റിടങ്ങളിലേക്കുമുള്ള ഇസ്രായേലിന്റെ പ്രധാന കവാടമാണ് ഈ പറയുന്ന ഗോലാൻ കുന്നുകൾ, ഗോലാൻ ഹൈറ്റ്സ്. ഗോലാൻ ഹൈറ്റ്സ് പൂർണ്ണമായി ഇസ്രായേൽ കീഴടക്കി കഴിഞ്ഞു. അതിനുശേഷം സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലേക്കുള്ള വഴിയിൽ കുറെ ഭാഗങ്ങൾ ഒരു ബഫർ സോൺ എന്ന നിലയിൽ ഇസ്രായേൽ കൈവശപ്പെടുത്തി കഴിഞ്ഞു. അവിടെ ഫോർട്ടിഫൈ ചെയ്യുന്ന, അത് തങ്ങളുടേതായി പെർമനൻ്റായി മാറ്റി എടുത്തുകൊണ്ട് ഇസ്രായേലിന്റെ ഭൂപ്രകൃതി വികസിപ്പിക്കുന്ന ഒരു അവസരമാണിപ്പോൾ. അപ്പോൾ ഒരു സംഘർഷം ഉണ്ടാകേണ്ടതും ആ സംഘർഷം തുടരേണ്ടതും ആശയക്കുഴപ്പത്തിൽ നിന്ന് മുതലെടുത്ത് തങ്ങളുടെ തന്നെ ഭൂവിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടതും ഇസ്രായേലിന്റെ ആവശ്യമായി വന്നിരിക്കുന്നു. അത് പോളിസിയായി വന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ 4 ഇടങ്ങളിൽ, ഇസ്രായേലിന് ചുറ്റുമുള്ള 4 ഇടങ്ങളിൽ കേന്ദ്രീകരിക്കുന്നു. ഒന്ന്, ഗാസ സമാധാന പദ്ധതി. അല്ല എങ്കിൽ യുദ്ധം ഒരാഴ്ചക്കുള്ളിൽ പുനരാരംഭിക്കണമെങ്കിൽ അതിനും തയ്യാറാവണം. കാരണം സൈന്യത്തോടും റിസർവ് സേനകളോടും ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ബാറ്റിൽ റെഡിയായി നിൽക്കണം. വേണ്ടി വന്നാൽ ഒരാഴ്ച കഴിയുമ്പോൾ 1-ാം ഘട്ടം കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ 2-ാം ഘട്ടത്തിലെ ചർച്ചകൾ പൂർത്തീകരിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വെടിനിർത്തൽ ലംഘിക്കുന്നു, ഞങ്ങൾ ഇതാ യുദ്ധം തുടരുന്നു. അത് സ്വാഭാവികമായി സംഭവിക്കാം, വേണമെങ്കിൽ സംഭവിക്കാം. 2-ാം ഘട്ടം വെടിനിർത്തൽ എന്നത് മാൻഡേറ്ററി ഒന്നുമല്ല. 1-ാം ഘട്ടത്തിന്റെ വിജയത്തെ ആസ്പദമാക്കിയിരിക്കും 2-ാം ഘട്ടം. ഇസ്രായേലിന് വേണമെങ്കിൽ 1-ാം ഘട്ടം കൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് ബാക്കി ബന്ദികളുടെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാതെ തന്നെ വീണ്ടും ശക്തി പ്രകടനത്തിലൂടെ ഗാസയെ ബുദ്ധിമുട്ടിക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഇസ്രായേലിന് മുമ്പിലുണ്ട്. 2, ലെബനനിലെ ഹിസ്ബുള്ളയുമായിട്ടുള്ളത് പോലും ഒരു താൽക്കാലിക വെടിനിർത്തൽ, ഒരു 6 മാസത്തെ വെടിനിർത്തൽ മാത്രമാണ്. വീണ്ടും ലെബനന് നേരെ തീർച്ചയായിട്ടും ഇസ്രായേൽ can turn its guns against Lebanon and Hezbollah. ആ ഓപ്ഷൻ ഇപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കുന്നു. അതുമാത്രമല്ല, ഈ ഒരു ശ്രദ്ധ ഗാസയിലേക്കും ലെബനനിലേക്കും തിരിയുമ്പോൾ വെസ്റ്റ് ബാങ്ക്, അവഗണിക്കപ്പെടുന്ന വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേലിന്റെ കൂടുതൽ ശ്രദ്ധ തിരിയുന്നു. ഈ ഒരു കൂട്ടപ്പൊരിച്ചിലിൽ വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായി കൈയടക്കാനുള്ള, ജെറുസലേം നഗരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം കൈയടക്കാനുള്ള ഒരു ശ്രമമായി ഇസ്രായേൽ ഇതിനെ കാണുമോ എന്ന ഒരു പേടിയും അറബി ലോകത്തുണ്ട്, പലസ്തീനിയൻസിന്റെ ഇടയിലുണ്ട്. അതിനും പുറമെയാണ് ഇസ്രായേലിന്റെ ഭൂവിസ്തൃതി വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അയൽ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും സിറിയയിലേക്കുള്ള കടന്നുകയറ്റങ്ങൾ. അപ്പൊ എങ്ങനെ നോക്കുമ്പോഴും പ്രതീക്ഷകൾ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പ്രതീക്ഷയുടെ തിരുനാളമുണ്ട്, അതാണ് അവസാന വാർത്ത. എന്നാൽ ആ പ്രതീക്ഷയുടെ മേൽ കരുനിഴൽ വീഴ്ത്തുന്ന ഒറ്റുപിടി കാര്യങ്ങൾ ചുറ്റുപാടുമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ അവസാനിപ്പിക്കട്ടെ.